അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ കുട്ടി എന്ത് ചോദിച്ചാലും ഞാനത് മേടിച്ചു കൊടുക്കും. എൻ്റെ മോള് സന്തോഷത്തോടെ വളരണം, എൻ്റെ മോന് സന്തോഷത്തോടെ വളരണം. ഇത് നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരാഗ്രഹമാണത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തെർബിയത്തുൽ ഔലാദ് എന്ന ഒരു വിഷയം, മക്കളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഇസ്ലാമിൽ കുറേ കാഴ്ചപ്പാടുകളുണ്ട്. സൈക്കോളജിക്കലായി തന്നെ കുറേ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ കുറേ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. കൃത്യമായ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല. ഒരുപാട് പ്രയാസം നമ്മുടെ പിതാവ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പിതാവിൻ്റെ അടുക്കൽ മക്കളായ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ഭക്ഷണത്തിൻ്റെ ഇല്ലായ്മ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചത് കൊണ്ട് അതുപോലെ എൻ്റെ കുട്ടി ആവരുത്, എൻ്റെ കുട്ടിക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുക്കും എന്നുള്ള ഒരു ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാം മേടിച്ചു കൊടുക്കുക, നോ പറയാൻ കുട്ടിക്ക് കഴിയാത്തൊരവസ്ഥ, നോ എന്ന് കുട്ടിയോട് പറയാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അത് കുട്ടികളെ സൈക്കോളജിക്കലായിട്ട് അവരെ കാത്തിരിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം, നിർബന്ധമായ ചില കാര്യങ്ങൾ. ഉദാഹരണം, കുട്ടികളെ സ്കൂളിൽ പൈസ അടക്കണം, പൈസ മാസാമാസം ബില്ലടക്കണം. അത് അല്പം വൈകി അടക്കുക ലാസ്റ്റ് വെച്ച്. കാരണം കുട്ടിക്ക് താമസിക്കാൻ ഒരല്പം വെയിറ്റ് ചെയ്യാനുള്ള മാനസിക അവസ്ഥ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാം പറയുമ്പോഴേക്ക് മേടിച്ചു കൊടുക്കുന്നൊരവസ്ഥയിൽ നിന്ന് കുട്ടി അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് എന്താകും? നോ പറയാൻ, വെയിറ്റ് ചെയ്യാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ വരും. അങ്ങനെ ആ കുട്ടിയെ, മോളെ വലുതാക്കിയെടുത്താൽ, ആ മോള് വലുതായതിന് ശേഷം ഒരു ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. പക്ഷേ എല്ലാം പെട്ടെന്ന് പറഞ്ഞ ഉടനെ ചാടി പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ മക്കളോടൊക്കെ നമുക്ക് നല്ല സ്നേഹമുണ്ട്, നമ്മളെ മക്കൾ നന്നായി വളരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ വളർത്തിയിട്ട് അവസാനം ആ കുട്ടികൾ നമുക്ക് കേടായി വന്നാൽ അത് അപകടമല്ലേ? അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളെ ഇസ്ലാമിക ബോധമില്ലാതെ വളർത്തുമ്പോൾ, ഇസ്ലാമികമായ ചിന്തയില്ലാതെ വളർത്തുമ്പോൾ ആ കുട്ടികൾ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ പിന്നീട് ആ കുട്ടി വലുതാകുമ്പോൾ അംഗീകരിക്കില്ല. അവരെ വേണ്ടത്ര ബഹുമാനിക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല. നമ്മളാണെങ്കിലോ വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ വളർത്തി, ആ കുഞ്ഞ് പറഞ്ഞതൊക്കെ മേടിച്ചു കൊടുത്തു. ആ കുഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടിയാണ്, വിശേഷിച്ച പ്രവാസികളൊക്കെ കഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിയാണ്. രാവും പകലുമില്ലാതെ ഓവർ ടൈം ചെയ്തിട്ടൊക്കെ വഴി കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെ നല്ല നിലയിലെത്തിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ നല്ല നിലയിലെത്തിച്ച മക്കൾ അവസാനം നമുക്ക് കേടായി വരുമ്പോൾ, ഞാൻ ഖുർആനിലൊരായത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഇന്നമാ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുന്യ. നമ്മുടെ മക്കളും സ്വത്തൊക്കെ നമ്മുടെ ദുന്യവിയായ ഭംഗിയാണ്. മക്കളുണ്ടാവുക, ആ മക്കളെക്കുറിച്ച് ഓർക്കുക. അതുപോലെ വീട്, സൗകര്യങ്ങൾ, പറമ്പുകൾ, ഇതൊക്കെ നമ്മുടെ സ്വത്തുക്കളാണ്. ഇതൊക്കെ ദുന്യവിയായ ഒരു ഭംഗിയാണ് ജീവിക്കാൻ. നമുക്കത് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിയാം, ആ വീടിൻ്റെതാണ്, ആ ബിൽഡിങ്ങിൻ്റെതാണ്, ആ പറമ്പിൻ്റെതാണ് എന്നൊക്കെ നമുക്കിങ്ങനെ പറയാം. അതൊക്കെ ആസ്വദിക്കാം നമുക്ക്. പക്ഷെ അതൊരു ഭംഗിയാണ്, ദുനിയാവിൽ ജീവിക്കുന്നതിനുള്ളൊരു ഭംഗിയാണത്. പക്ഷേ അതേ അള്ളാഹു തആല മറ്റൊരു ആയത്തിലൂടെ പറഞ്ഞല്ലോ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുന്യ എന്ന് പറഞ്ഞ അതേ അള്ളാഹു തന്നെ മറ്റൊരു ആയത്തിലൂടെ പറഞ്ഞത് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്തിന. നിങ്ങളെ സ്വത്തും നിങ്ങളെ മക്കളും നിങ്ങൾക്ക് ഫിത്തിനയായിട്ട് വരും കേട്ടോ, സൂക്ഷിക്കണേ. ആ ഫിത്തിനയായി വരാതിരിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മക്കളെ നല്ല ദീനീ ബോധമുള്ള മക്കളാക്കി വളർത്തണം. ദീനീ ബോധം എന്ന് നിസ്സാര കാര്യമായിട്ട് ആരും കാണരുത്. നമ്മൾ എൻജിനീയറോ ഡോക്ടറോ എന്തൊക്കെ ഡിപ്ലോമ കുട്ടിക്ക് കൊടുത്താലും കുഴപ്പമില്ല, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇല്ലാത്ത അവസ്ഥ, ദീനീബോധമില്ലാതെയാണ് വളർത്തിയെങ്കിൽ അതൊക്കെ നമുക്ക് കേടായിട്ട് വരും. എത്രയോ രക്ഷിതാക്കളുടെ വേദനകൾ
ഞാൻ കേൾക്കുന്നുണ്ട്. എത്രയോ വേദനകൾ, കഥകൾ കേൾക്കുന്നുണ്ട്. കുട്ടികൾ വലുതായിട്ട് മാതാപിതാക്കൾ അംഗീകരിക്കാത്ത അവസ്ഥ വരുന്നു. കുട്ടികൾ കല്യാണം കഴിച്ചതിന് ശേഷം അവനും അവൻ്റെ ഭാര്യയും സുഖമായി ജീവിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നറിയോ? സ്വന്തം ബാപ്പാനെ പിന്നെ അംഗീകരിക്കുന്നില്ല. ബാപ്പാനെ നോക്കാൻ, ഉമ്മാനെ നോക്കാൻ ആളില്ല. അവരൊന്നും അതിന് ശ്രദ്ധിക്കുന്നില്ല. അവരൊക്കെ അതിന് നേരമില്ല അവർക്ക്. കാരണം അവരൊക്കെ വലിയ വലിയ ജോലിക്കാരായി. നമ്മളെ മക്കളെ എൻജിനീയറാക്കി, ഡോക്ടറാക്കി, അല്ലെങ്കിൽ വലിയ വലിയ ഡിപ്ലോമ എടുത്ത് നല്ല ഗ്രാജുവേറ്റ് രംഗത്തേക്ക് എത്തിച്ചത് കൊണ്ട് നമുക്കെന്താ നേട്ടം? ഒരു നേട്ടമില്ല. അവനും അവൻ്റെ ഭാര്യക്കും സുഖമായി ജീവിക്കാം. അവളും അവളുടെ ഭർത്താവിനും സുഖമായിട്ട് ജീവിക്കാനൊരു വഴി നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ നമുക്കെന്ത് കിട്ടി? നമുക്കെന്താ കിട്ടിയത്? നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ മയ്യത്ത് സംസ്കരിക്കാൻ ആ കുട്ടിക്കറിയോ? നമ്മളെ കുളിപ്പിക്കാൻ ആ കുട്ടിക്കറിയോ? നമ്മുടെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് പടച്ചോനെ വിതുമ്പുന്ന ചുണ്ടുകളോടെ, വിറക്കുന്ന കരങ്ങളോടെ, വേദനയോടെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ആ കുട്ടിക്കറിയോ? അറിയുമെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഇല്ലെങ്കിൽ അവനെ കുറേ ഡിപ്ലോമയാക്കി വളർത്തിയെടുത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ചുക്കുമില്ല. അവന് സുഖമായി ജീവിക്കാനുള്ളൊരു വഴി നമ്മൾ ഒരുക്കി കൊടുത്തു എന്നല്ലാതെ നമുക്ക് അവനിൽ നിന്നൊന്നും കിട്ടാനില്ല. ഈ ഒരു ബോധമൊക്കെ നമുക്കുണ്ടാവുന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും.